ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സഭാപർവം തുടരുന്നു. ജൂതക്രീഡ. പാർത്ഥനെ ചെന്നു വരുത്തുകയെങ്കിലും ഓർത്തിടാമെന്നതു കേട്ടു വിതുരരും. ഖാണ്ഡവപ്രസ്ഥമകമ്പുക്കതു നേരം പാണ്ഡവന്മാരുമെതിരേറ്റു പൂജിച്ചാൻ. അംബികാപുത്രനു സൗഖ്യമല്ലീ പുനരംഭുതി ഭഗ്നി സുതരെന്തരു ചെയ്തു. എന്തൊരു വാർത്ത പുതുതായിട്ടുള്ളതുമെന്തൊരു കാര്യം നിരൂപിച്ചു വന്നതും. ധർമ്മജനിങ്ങനെ ചോദിച്ച നേരത്തു നിർമ്മലനായ വിതുരൻ ഉര ചെയ്തു. എല്ലാം വിധിമതമല്ലോ യുധിഷ്ഠിര, വല്ലാതെ ചൂതുപോരേണം പോരെന്നിട്ടു നിന്നെ വരുത്തുകയെന്നെ അയച്ചതു മന്നവനായ ധൃതരാഷ്ട്രർ താൻ തന്നെ. നല്ലതുമാകാത്തതും നിരൂപിച്ചിട്ടു നല്ലതു ചെയ്കന്നേ ചൊല്ലാവതിന്നാലെ. സന്മതി നിർമ്മലൻ ധർമ്മജൻ ചൊല്ലിനാൻ സമ്മതമോടു വിതുരരോടന്നേരം. താതൻ വിളിച്ചവിടത്തിനു ചെല്ലുവാൻ ഏതുമേ സംശയിച്ചിടുന്നതില്ല ഞാൻ. ചൂതിനുള്ളൊരു ദോഷങ്ങൾ ചൊല്ലിയിടിനാൻ, ചൂതു പോരാതെ കഴിക്കിലോ നന്നല്ലോ. പിന്നെ സുയോധനാഭീഷ്ടങ്ങളായവ തന്നെ പണയം കൊടുത്തുവെന്നായി വന്നാൽ നിങ്ങൾ തടസ്ഥന്മാരായുള്ളവർ ചിലർ മംഗലവാക്യങ്ങൾ കൊണ്ടഴിച്ചിടുവിൻ. എന്നാലും ആവതില്ലായിൽ മൂന്നാമത് പിന്നെയും ചൂതുപൊരുതു തോറ്റിടുവൻ. എന്നാൽ ജയമത്തനായ സുയോധനൻ തന്നെ സഭാപാലകന്മാരെ നിന്ദിച്ചു ദുർഭാഷണാദി ദുഷ്കർമ്മങ്ങൾ ചെയ്തിടുമപ്പോൾ. സഭാതിക്രമം കണ്ടു സഭ്യന്മാർ കർണവും കണ്ണുമടച്ചു നടകൊള്ളും. പിന്നെ ഏതാനും ഒന്നുണ്ടു വരൂ ബലാൽ. മൂന്നിലുമൊന്നു സാധിക്കാമതെന്നിയെ മൂന്നും വരായിലുമില്ലൊരു സങ്കടം. തങ്ങളിലിത്തം വിശേഷങ്ങളും പറഞ്ഞങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം നേരത്തെഴുന്നേറ്റു നിത്യകർമ്മം ചെയ്തു നേരലർ കാലന്മാരാകിയ പാണ്ഡവർ തേരിൽ കരേറി വിതരരുമായി ചെന്നു പാരാതകസ്ഥിനമായ പുരിപുക്കാൻ. അംബികാപുത്രനെ വന്ദിച്ചു പാണ്ഡവരമ്മയാം ഗാന്ധാരി തന്നെയും വന്ദിച്ചാൻ. അംബുരാശിപ്രിയ പുത്രനെയും തൊഴുതൻപിനോടാചാര്യന്മാരെയും വന്ദിച്ചാൻ. അശ്വത്ഥാമാദി ബന്ധുക്കളെയും കണ്ടു വിശ്രമിച്ചിടിനാർ പാണ്ഡുസുതന്മാരും. ഇഷ്ടമായുള്ള ജനത്തോടും ഒന്നിച്ചു മൃഷ്ടമായി ഊണും കടിച്ചുറങ്ങിടിനാർ. പിറ്റേനാൾ നേരത്തു നിത്യകർമ്മം കഴിച്ചുറ്റവരോടു മരജൻ സഭകുക്കു ചൂതുപൊരുവാൻ വിളിച്ചിതെന്നു പിതാവാദരപൂർവം പറഞ്ഞോരനന്തരം. ചൂതിനാപത്തൊഴിഞ്ഞില്ലെന്നു ധർമ്മജൻ മോദാലനേകമിതിഹാസവും ചൊന്നാൻ. താതനിയോഗം അനുഷ്ഠിപ്പതിന്നു ഞാൻ ഏതും മടിക്കുന്നതില്ലെന്നു ധർമ്മജൻ വ്യാകുലമാനസനായിരിക്കുന്നേരം നാഗധ്വജനും മുതിർന്നിരുന്നിടിനാൻ. അക്ഷവും ചൂതുമെടുത്തുകൊണ്ടും വന്നു വയ്ക്കണമെന്നു മുതിർത്തു ശകുനിയും. കർമ്മിച്ചതെല്ലാം വരുമെന്നു ചിന്തിച്ചു ധർമ്മജൻ താനുമിരുന്നു സഭാന്തരെ. കള്ളച്ചൂതേതും പോരല്ല നീ എന്നതു ഉള്ളം തെളിഞ്ഞരുൾ ചെയ്തു യുധിഷ്ഠിരൻ. അയ്യോ ചതിയുണ്ടോ ചൂതിങ്കൽ കാട്ടാവൂ, മെയ്യോടു പണ്ടും പൊരുമിതു മന്നവർ. ദൈവമത്രേ ഇതിനാധാരമാകുന്നത് അവ്യാജമായൊന്നു ചൂതെന്നറിഞ്ഞാലും ഗാന്ധാരവീരൻ പൊരുന്നോരു ചൂതിനു ഞാൻ തന്നെ വയ്ക്കാം പണയം പൊരുതാലും എന്നു സുയോധനനും പറഞ്ഞേടിനാൻ. മന്നവൻ ചൂതു പൊരുതു തുടങ്ങിനാൻ. ബാൽഹിക ദത്തരഥക്കുണ്ടലാദികൾ
സോലാസമാധിയിൽ വച്ചു പണയമായി വച്ചതു തോറ്റിതു പാണ്ഡവർ വച്ചു പണയം ധനധാന്യ രാജ്യവും വച്ചതു ശകുനിയും വച്ചു പണയവും ധർമ്മജനെ പേരും വഞ്ചനം ചൊല്ലുവാൻ നെഞ്ചകം മഞ്ചുന്നു കിഞ്ചന സംശയം കൂടാതെ ധർമ്മജൻ നെഞ്ചകമായുള്ള അനുജന്മാർ തമ്മയും കൊഞ്ചും മൊഴിയാളാം പാഞ്ചാലി തന്നെയും വച്ചു പണയം ചിരിച്ചിതു വൈരികളച്ചോ ശിവശിവ കഷ്ടമെന്നാർ ചിലർ സജ്ജനമേറ്റം വെറുത്തു ശകുനിയെ സജ്വരമപ്പോൾ വിതുരർ നൂര ചെയ്തു അംബികാനന്ദന കേൾക്ക ഞാൻ ചൊൽവതു നിൻ മകനിങ്ങു പിറന്ന നേരം ദുർനിമിത്തങ്ങളുണ്ടായതറിഞ്ഞില്ലേ മന്നവർ വംശമശേഷം മുടിവാനായി കള്ളച്ചൂതിട്ടു ശകുനി ചതിക്കയാൽ ഉള്ളം തെളിവുള്ള ധർമ്മജന്മാവിനോടുള്ള പൊരുളടയ്ക്കൊണ്ടു കൊണ്ടാൻ പോലുള്ളതല്ലേതുമതെന്നറിഞ്ഞിടു നീ ആകാസുയോധനൻ പോക ഇവിടുന്നു ചാകാതിരിക്കണം മറ്റുള്ളവരെങ്കിൽ വാഴ്ക യുധിഷ്ഠിരൻ വൈകാതെ ഭൂതലം ഭാഗം പറഞ്ഞാൽ ഫലമില്ല മന്നവ എന്നു വിതുരർ പറഞ്ഞതു കേട്ടപ്പോൾ മന്നവനായ സുയോധനൻ ചൊല്ലിനാൻ കർണ നീ കേട്ടില്ലേ നല്ല വിതുരർ വാക്ക് എന്നെ ദുഷിച്ച് പറയൂ ഇവൻ പണ്ടും ദുശ്ചേഷ്ടയുള്ളൊരു ദാസീസുതൻ തനിക്കെച്ചിൽ കൊടുത്തു വളർത്തതിൻ്റെ ഫലം ആകാ ഞാനെങ്കിൽ ഇവിടുന്നു താൻ പോയി വാഴ്ക തനിക്കു തെളിഞ്ഞേടത്തെങ്ങാനും നിൽക്കതെല്ലാം വെളിച്ചത്തിടുന്നില്ല ഞാൻ ധിഖരിച്ചാൽ പിഴച്ചിടും എല്ലാവനും പാർക്കുന്നതെന്തിനി ചില കാര്യങ്ങൾ ഭോഷ്കായി വരുമോ യുധിഷ്ഠിരൻ ചൊല്ലിയാൽ ഓം നമോ ഭഗവതേ വാസുദേവായ